നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, മൻ യദ്മൻ ലി മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മൻ ലഹുൽ ജന്ന എന്നാണ്. രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ള നാവിനെയും രണ്ട് കാലുകൾക്കിടയിലുള്ള ലൈംഗികാവയവങ്ങളുടെയും വിഷയത്തിൽ ആരാണോ ഗ്യാരണ്ടി നൽകുന്നത് അവന് സ്വർഗം ഗ്യാരണ്ടി എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നാവിനെ നിയന്ത്രിക്കാത്തവന് സ്വർഗം ഗ്യാരണ്ടിയില്ല, നേർക്കുനേരെ അവന് സ്വർഗത്ത് പോവാൻ കഴിയില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ആളുകൾ ഖൈറ് മാത്രം പറയട്ടെ, അല്ലെങ്കിൽ ഔ ലിയസ്മുത്, അവർ മിണ്ടാതിരിക്കട്ടെ. നല്ലത് മാത്രമേ പറയാവൂ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. വഖുൽ ലിഇബാദി യഖൂലു ലത്തി ഹിയ അഹ്സൻ, എൻ്റെ അടിമകളോട് പറയണം നല്ല വാക്കുകളെ അവർ പറയാവൂ. ഇത് പരിശുദ്ധ ഖുർആനിൽ വന്നതാണ്. വഖൂലു ലിന്നാസി ഹുസ്നൻ, നിങ്ങൾ ജനങ്ങളോട് നല്ലത് മാത്രമേ സംസാരിക്കാവൂ. ഇതും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നാവിനെ നിയന്ത്രിക്കാത്തവർക്ക് വലിയ അപകടമാണ് അവരെ കാത്തു നിൽക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നാവിലൂടെ ഷിർക്കിൻ്റെതായ വാക്കുകൾ വന്നേക്കാം, കുഫറിൻ്റെ വാക്കുകൾ വന്നേക്കാം. ഒരാൾ ഷിർക്ക് പ്രഖ്യാപിക്കുന്നത് നാവിലൂടെയാണ്, കുഫറിൻ്റെ വാക്കുകൾ വരുന്നത് നാവിലൂടെയാണ്. അതേപോലെ തന്നെ ഗീബത്ത്, നമീമത്ത്, കളവ്, ചതി, വഞ്ചന, കള്ളസത്യം, ഇങ്ങനെ തുടങ്ങി മഹാഭൂരിപക്ഷം തിന്മകളും പ്രകടിപ്പിക്കുന്നത് നാവിലൂടെയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഇസ്രായേലിൽപ്പെട്ട രണ്ടാളുകളെ കുറിച്ച് പറഞ്ഞിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് നിരന്തരം ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ചൊരു മനുഷ്യനും എന്നും പാപം ചെയ്ത് ജീവിച്ചൊരു മനുഷ്യനും. എന്നാൽ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന് ധാരാളം ഇബാദത്ത് ചെയ്ത് ജീവിച്ച മനുഷ്യൻ നരകത്തിൽ പോവേണ്ടി വന്നു, ആ പാപിയായ മനുഷ്യൻ സ്വർഗത്തിലും പോകുന്നു. പ്രവാചകൻ അതിൻ്റെ കാരണം വിശദീകരിച്ചു. ഈ ആബിദായ മനുഷ്യൻ ആ പാപിയായ മനുഷ്യനോട് ഒരിക്കൽ പറഞ്ഞു, അള്ളാഹു ആണ്, നിനക്ക് അള്ളാഹു പുറത്തു തരികയില്ല, അല്ലെങ്കിൽ അള്ളാഹു നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. നിരന്തരമായി ഇബാദത്ത് ചെയ്ത ഒരു മനുഷ്യന്റെ നാവിൽ നിന്ന് വന്ന വാക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ആ വ്യക്തിയോട് ചോദിക്കുമെന്നാണ്, ഞാൻ ഈ വ്യക്തിക്ക് പുറത്തു കൊടുക്കുകയില്ല എന്ന് പറയാൻ നിനക്കാരാണ് അധികാരം തന്നത്? ആരാണ് അങ്ങനെ ഒരു അവകാശം താങ്കൾക്ക് തന്നത്? എൻ്റെ കാര്യം താങ്കളുടെ കൈകളിലാണോ? എന്നെക്കുറിച്ച് അറിവില്ലാത്തത് നീ പറയുകയാണോ? ആ ഒരു വാക്കിൻ്റെ പേരിൽ, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം പറയുന്നു, ആ ഒരു വാക്കിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നരകത്തിൽ പോവേണ്ടി വന്നു എന്നാണ്. അപ്പോൾ മനുഷ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ലയതകല്ലമു ബികലിമ ലാ യുൽഖി ലഹാ ബാലൻ. ഒരടിമ ഒരു വാക്ക് പറയും, അയാൾ അതിനൊരു ഗൗരവം കൊടുത്തിട്ടുണ്ടാവില്ല, പക്ഷേ ആ ഒരൊറ്റ വാക്ക് കൊണ്ട് അയാൾ നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് 70 വർഷത്തെ വഴിദൂരം നരകത്തിലേക്ക് അയാൾ ചെന്നു ചേരുമെന്നാണ്. എന്നാൽ വേറെ ചില വാക്കുകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ഉയർന്ന ദറജകൾ നൽകുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനും നാവിനെ കൊണ്ട് സാധിക്കും. തക്ബീറുകൾ, തഹ്മീദുകൾ, തഹ്ലീലുകൾ, അദ്കാറുകൾ, ദുആകൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കുള്ള ദഅവത്ത്, ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ, നന്മ കൽപ്പിക്കൽ, തിന്മ വിരോധിക്കൽ, പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നാവ് കൊണ്ട് നല്ലത് ചെയ്യാനുണ്ട്. അതേസമയത്ത് പരദൂഷണം പറയുക, ഏഷണി പറയുക, കളവ് പറയുക, വഞ്ചിക്കുക, കള്ളസത്യം ചെയ്യുക, കുഫറിൻ്റെയും ഷിർക്കിൻ്റെയും വാക്കുകൾ പറയുക, വൃത്തികേടുകൾ പറയുക, തോന്നിവാസങ്ങൾ പറയുക, മോശമായ കാര്യങ്ങൾ പറയുക, ചീത്ത വിളിക്കുക, തെറി വിളിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും നാവ് കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിലൂടെ സംഭവിക്കുന്നത് മനുഷ്യൻ്റെ സൽക്കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞു പോകുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വഹാബത്തിനോട് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, അതദറൂന മനിൽ മുഫ്ലിസ്, പാപ്പരാരാണെന്ന് നിങ്ങൾക്കറിയാമോ? അവർ പറഞ്ഞു, ദീനാറും ദിർഹമും ഇല്ലാത്തവനാണ് നബിയെ പൊളിഞ്ഞവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ഖിയാമത്ത് നാളിൽ ചില ആളുകൾ വരും, ധാരാളം നോമ്പ് നോറ്റിട്ടുണ്ട്, സദഖ ചെയ്തിട്ടുണ്ട്, നമസ്കരിച്ചിട്ടുണ്ട്, എല്ലാ പുണ്യങ്ങളുമുണ്ട്, പക്ഷേ ചിലരെ ചീത്ത വിളിച്ചിട്ടുണ്ട്, ചിലരെ സംബന്ധിച്ച് മോശമായി പറഞ്ഞിട്ടുണ്ട്, ചിലരെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അയാളുടെ നന്മകളൊക്കെ അയാൾ ഉപദ്രവിച്ചവർക്ക് എടുത്തു കൊടുക്കപ്പെടും. പിന്നീട് അത് കഴിഞ്ഞാൽ അവരുടെ തിന്മകൾ എടുത്ത് ഇയാൾക്ക് കൊടുക്കും. അങ്ങനെ നന്മകളെല്ലാം നഷ്ടപ്പെട്ട് തിന്മകളെല്ലാം പേറിക്കൊണ്ട് നരകത്തിലേക്ക് പോവേണ്ടി വരും. ആ വ്യക്തിയുടെ സൽക്കർമ്മങ്ങളൊക്കെ നശിപ്പിച്ച് കളഞ്ഞത് അയാളുടെ നാവാണ്. ഇങ്ങനെ നാവിലൂടെ
കുഫറിന്റെയും ഷിർക്കിന്റെയും വാക്കുകൾ വന്നാൽ ഇസ്ലാമെന്ന് തന്നെ പുറത്തു പോകും. അതല്ലാത്ത ഗീബത്തും നമീമത്തും മറ്റു കാര്യങ്ങളുമാണെങ്കിൽ സൽക്കർമ്മങ്ങളെ അത് നശിപ്പിച്ചു കളയും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പുണ്യകർമ്മങ്ങളൊക്കെ പറഞ്ഞത് ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് അഥവാ അതിൻ്റെയൊക്കെ ഒരു വാല്യൂ നിലനിർത്തുന്നത് നാവാണ്. നാവിനെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതൊക്കെ എന്തായി പോകും? നിഷ്ഫലമായി പോകും, കാര്യമുണ്ടാവുകയില്ല. അതുകൊണ്ട് നാവിനെ നിയന്ത്രിക്കണം. നേരത്തെ പറഞ്ഞ ആ പുണ്യങ്ങളെല്ലാം നിലനിർത്താൻ നാവിനെ കൺട്രോൾ ചെയ്യൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന വളരെ വലിയ ഒരു തത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്.